ഷൈൻ ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ മാസം 21-ാം തീയതി വീണ്ടും ഷൈൻ ചാക്കോ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് എത്തും. രണ്ടാം പ്രതിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. മുഹമ്മദ് മുർഷിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രണ്ടാളുടെ ആൾ ജാമ്യം നൽകി. എപ്പോൾ വേണമെങ്കിലും സ്റ്റേഷനിൽ ഹാജരാകണം. രണ്ട് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. രണ്ടാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിലൂടെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും വീണ്ടും ചേരുന്നുണ്ട്. ഇനിയും എന്തൊക്കെ കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്? നേരത്തെ എഫ്ഐആറിലെ വിവരങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ മുറിയെടുത്തു, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി എന്നതുൾപ്പെടെയാണല്ലോ. അപ്പോൾ ഈ ലഹരി വസ്തു കണ്ടെടുക്കേണ്ടത് പ്രധാനപ്പെട്ടതാണല്ലോ ശ്യാംകുമാർ, വിഷ്ണു. തീർച്ചയായും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയായ മുർഷിദിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് പ്രതികളെയും ഒരുമിച്ചിരുത്തിയാണ് പോലീസ് ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. മുർഷിദ് ഇപ്പോഴും ഈ സ്റ്റേഷനിൽ നിലനിൽക്കുന്നു, ഈ സ്റ്റേഷനിൽ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയാൾ ഒന്നാം പ്രതിയായ ഷൈൻ ചാക്കോയ്ക്ക് മാത്രമാണ് ജാമ്യം നൽകി സ്റ്റേഷനിൽ നിന്നും പോകാൻ സാധിച്ചത്. രണ്ടാം പ്രതിയുടെ സാന്നിധ്യവും ഇപ്പോഴും ഇവിടെയുണ്ട്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ കേസിൽ ഒരു മൂന്നാം പ്രതി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ മുർഷിദ് ഉൾപ്പെടെയുള്ള പ്രതികൾ മുർഷിദ് ഇവിടെ തുടരുകയും മൂന്നാം പ്രതിയിലേക്ക് കേസ് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവരുടെ മൊഴികൾ ഇപ്പോഴും പോലീസ് വിശ്വാസത്തിലെടുത്തതായിട്ട് തോന്നുന്നുണ്ടോ? വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഷൈനോട് വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് ശരിക്കും ജാമ്യം ലഭിച്ചൊരു കേസാണ്. അതിൽ തുടരന്വേഷണം വേണം എന്ന് പോലീസ് പറയുമ്പോൾ, അതായത് ഷൈൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തിനാണ് അവിടെ എത്തിയത്, ആരെ കാണാൻ വേണ്ടിയാണ് വന്നത്, അവിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, സജീറുമായി എന്താണ് ഇടപാട്, അതോടൊപ്പം തസ്ലീമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഷൈൻ തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. വിൻസി നടത്തിയ വെളിപ്പെടുത്തലിന്റെ കുറെ കൂടി വിവരങ്ങളൊക്കെ പോലീസിന് ശേഖരിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഏപ്രിൽ 21-ാം തീയതി നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഷൈനെ വിടാൻ പോലീസ് ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഷൈൻ ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേയേറെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അക്കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഷൈൻ്റെ ഈ കണ്ണുപിടിച്ച് മറ്റൊരാളിലേക്ക് എത്താനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പോലീസ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത് കേസെടുത്തത്. ഇന്നലെ തന്നെ നമുക്കറിയാം കേസ് എടുക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ വളരെ കൃത്യമായി പോലീസ് കേസ് എടുത്തതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്നിത് ആന്റി ടോപ്പിംഗ് ടെസ്റ്റിലേക്ക് പോകേണ്ടി വരണമെങ്കിൽ ഒരു കേസ് വേണം പോലീസിന്. ആ ഒരു പശ്ചാത്തലത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യും. മറ്റൊന്ന്, സിനിമാ മേഖലയിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിക്കാൻ വേണ്ടി ഈ കേസ് ഏറെ ഗുണം ചെയ്യും. ഷൈൻ ടോമിൽ നിന്ന് ലഭിച്ച വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിലൊക്കെ ഏതായാലും പോലീസ് മുന്നോട്ട് തന്നെ ഷൈൻ ചാക്കോ വീണ്ടും ചോദ്യം ചെയ്യലിനായി പോലീസിന്റെ മുൻപിൽ എത്തണം. അക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യക്തത വരികയാണ്.